ഉത്തരപർവ്വത മേഖല താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ ഈ പർവ്വതനിരകൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണ്. പടിഞ്ഞാറ് സിന്ധൂനദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചുകിടക്കുന്ന ഉത്തരപർവ്വതമേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 2400 കിലോമീറ്റർ നീളത്തിലാണ് ഉത്തരപർവ്വതമേഖല വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ വീതി 150 മീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉത്തരപർവ്വതമേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നാക്കി തിരിച്ചു. ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇത് ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ട്രാൻസ് ഹിമാലയം 3000 മീറ്റർ ഉയരാണ് ട്രാൻസ് ഹിമാലയത്തിന് ഉള്ളത്. 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ട്രാൻസ് ഹിമാലയത്തിന് ഉണ്ട്. ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ ഹിമാദ്രി അറിയപ്പെടുന്നു. ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് 6100 മീറ്ററിനു മുകളിൽ ഉയരമുണ്ട്. ഹിമാദ്രിക്ക് 6100 മീറ്ററിന് മുകളിൽ. ഏകദേശം 25 കിലോമീറ്ററാണ് ഹിമാദ്രിയുടെ വീതി. 25 കിലോമീറ്റർ ഹിമാദ്രിക്ക് വീതിയുണ്ട്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രി. ഇനി ഹിമാചലം. ശിവാലിക്കിന് വടക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാചല് ശരാശരി ഉയരം 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഉയരം. അതിൻ്റെ വീതി ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഹിമാചലിന് വീതി. ഇനി ശിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക്